ഇമാജിൻ നിങ്ങളൊരു പുസ്തകം തുറന്നു, പക്ഷെ അത് വായിക്കാൻ പറ്റുന്നില്ല. അത് ഡാമേജ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ലാംഗ്വേജ് ഏൻഷ്യൻ ലാംഗ്വേജ് ആയതുകൊണ്ടോ ഒന്നുമല്ല. അതെങ്ങനെ വായിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല. അങ്ങനെ ഒരു പുസ്തകത്തെ പറ്റിയിട്ടാണ് ഇന്ന് മാപ്സ്റ്റിക് എക്സ്പ്ലെയിനിൽ വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞ പുസ്തകത്തിൻ്റെ പേരാണ് വോയനേജ് മാനുസ്ക്രിപ്റ്റ്. ഇറ്റ്സ് ഓഫൻ കൺസിഡർഡ് ആസ് വേൾഡ്സ് മോസ്റ്റ് മിസ്റ്റീരിയസ് ബുക്സ്. അപ്പോൾ ഈ ഒരു ബുക്ക് ഒരു ഏർലി 15th സെഞ്ച്വറിയാണ് എഴുതപ്പെട്ടത് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത്. ഒരു 1404 ടു 1438 ബിറ്റ്വീൻ ആയിട്ട്. അപ്പോൾ സയൻറ്റിസ്റ്റ് ഇത് കൺഫേം ചെയ്തത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഒരു ഏജ് കൺഫേം ചെയ്തത് അതിൻ്റെ പേപ്പറിൻ്റെ കാർബൺ ഡേറ്റിംഗ് വെച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പുസ്തകം പണ്ടത്തെ മെഡീവൽ പീരീഡിലുള്ള ഒരു ബുക്ക് പോലെ തോന്നും. പക്ഷെ അത് കുറച്ചുകൂടി നമ്മൾ ഡീപ്പറായിട്ട് നോക്കിക്കഴിയുമ്പോൾ ഇതിൽ ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ട് കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. സ്ട്രേഞ്ച് ആയ ഡയഗ്രാംസും ഇതുവരെ എക്സിസ്റ്റ് ചെയ്ത ടൈപ്പ് ഓഫ് പ്ലാന്റ്സും സോഡിയാക് സൈൻസും സയൻസും സ്ട്രെയിൻ സയൻസും പിന്നെ ഒരു ഇൻ്റർ കണക്റ്റഡ് പൂൾസ് പോലെ തോന്നിക്കുന്നിടത്ത് സ്ത്രീകൾ ബാത്ത് ചെയ്യുന്നതിന് പോലത്തെ ഇലുസ്ട്രേഷൻസും അങ്ങനെ ഒരുപാട് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ബുക്കിൽ കാണാം. ഈ ബുക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ടെക്സ്റ്റാണ്. ഒരു അബൌട്ട് 1,70,000 ക്യാരക്ടേഴ്സ് ഈ ഒരു പുസ്തകത്തിലുണ്ട്. അതും ഇൻ അൺനോൺ സ്ക്രിപ്റ്റ്. ലൈക്ക് നമുക്ക് പരിചിതമായ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള ലാംഗ്വേജസ് ആയിട്ട് ഇതിൻ്റെ പാറ്റേൺസ് സിമിലാരിറ്റി തോന്നുമെങ്കിലും സ്റ്റിൽ ഇതെന്താണെന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ലൈക്ക് മെനി സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ മെനി എക്സ്പേർട്സ് ഇത് ഡീകോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. ലൈക്ക് ഹിസ്റ്റോറിയൻസ്, ലിംഗ്വിസ്റ്റ്, കോഡ് ബ്രേക്കേഴ്സ്, ഈവൻ മിലിറ്ററി ക്രിപ്റ്റോഗ്രഫി, വേൾഡ് വാർ 2 വർക്ക് ചെയ്തിട്ടുള്ള മിലിറ്ററി ക്രിപ്റ്റോഗ്രഫി അടക്കം ഇത് ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഇത് ഡീകോഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സ്റ്റിൽ ആരും സക്സസ് ആയിട്ടില്ല. അപ്പോൾ ചിലർ വിശ്വസിക്കുന്നു ഇതൊരു ഫോർബിഡൻ നോളജിൻ്റെ ഒരു സീക്രട്ട് കോഡാണ്. ചിലർ വിശ്വസിക്കുന്നു ഇതൊരു ഫോർബിഡൻ നോളജിൻ്റെ ഒരു സീക്രട്ട് കോഡായിരിക്കാം. അല്ലെങ്കിൽ ചിലർ വിശ്വസിക്കുന്നു ഇത് ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു സിവിലൈസേഷൻ്റെ ലാംഗ്വേജ് ആയിരിക്കാം. ചിലവർ ഇതിനൊക്കെ വിപരീതമായിട്ട് വിശ്വസിക്കുന്നു ഇത് ഇറ്റ്സ് എൻ ഇലാബറേറ്റ് ഹോക്സ്, ലൈക്ക് വെൽത്തി കളക്ടേഴ്സിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇലാബറേറ്റ് ഹോക്സ് ആയിരിക്കാം. പക്ഷെ ഇതൊന്നും പ്രൂവ് ചെയ്തിട്ടില്ല. 600 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വോയനേജ് മാനുസ്ക്രിപ്റ്റിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ അത് ആരാണ് എഴുതി എന്തിനെ ക്രിയേറ്റ് ചെയ്തതെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ ഒരു റീഡിംഗ് ഡേയിൽ ഈ വോയനേജ് മാനുസ്ക്രിപ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ബുക്സ് ആർ നോട്ട് ജസ്റ്റ് വേർഡ്സ് ഓൺ പേപ്പർ. അതിനപ്പുറം ഇറ്റ്സ് ലൈക്ക് എ ഗെറ്റ് അവേ ടു നോളജ്, ടു മിസ്റ്ററി, ടു ഇമാജിനേഷൻ. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദാറ്റ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ ദ വേൾഡ് ഇസ് ദാറ്റ് നോ വൺ ക്യാൻ റീഡ്. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ദാറ്റ് ദ മോസ്റ്റ് ഫാസിനേറ്റിംഗ് ബുക്ക് ഇൻ ദ വേൾഡ് ഇസ് ദ ബുക്ക് ദാറ്റ് നോ വൺ ക്യാൻ റീഡ്. So happy reading day.